സ്ത്രീ മനസ്സുകളുടെ എപ്പോഴത്തെയും പ്രിയ പ്രോഗ്രാമായ ലേഡീസ് അവറിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വിവിധ മേഖലകളിൽ തങ്ങളുടേതായ ശ്രമം കൊണ്ട് ജീവിത വിജയം കൈവരിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ സന്ധ്യ മണ്ണത്ത്. ചെറുതുരുത്തി സ്ഥിതി ചെയ്യുന്ന PNNM ആയുർവേദ കോളേജ് അഥവാ പൂമുള്ളി മെമ്മോറിയൽ ആയുർവേദ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. (2007, 2008) അക്കാഡമിക് ഇയറിലാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചത്. എൻ്റെ അച്ഛൻ ശ്രീ M. മുരളീധരൻ്റെയും അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തിലാണ് ഈ സ്ഥാപനം കെട്ടിപ്പൊക്കാൻ സാധിച്ചത്. കേരളീയ ആയുർവേദ സമാജം എന്ന 114 വർഷത്തെ പാരമ്പര്യമുള്ള വൈദ്യ ചികിത്സയുടെ കേന്ദ്രമായ കേരളത്തിലെ അറിയപ്പെടുന്നൊരു സ്ഥാപനമാണ് കേരളീയ ആയുർവേദ സമാജം. സമാജത്തിൻ്റെയും ശ്രീ പൂമുള്ളി തമ്പുരാൻ്റെ പേരിൽ തുടങ്ങിയ ഈ സ്ഥാപനം ശൃംഗേരി മഠത്തിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് നമ്മൾ 2007 സ്ഥാപിച്ചത്. നിലവിലിവിടെ BAMS ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി എന്ന കോഴ്സും പാരാമെഡിക്കൽ കോഴ്സും മാസിയ ടെക്നീഷ്യൻ കോഴ്സുമാണ് നിലവിലുള്ളത്. BAMS ബാച്ചിൽ 50 കുട്ടികളും പാരാമെഡിക്കൽ ബാച്ചിലുള്ള 30 കുട്ടികളും വെച്ചിട്ടാണ് ഓരോ വർഷവും അഡ്മിഷൻ നടക്കുന്നത്. സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ ഡൽഹിയിൽ നിന്നുള്ള കൗൺസിലിൻ്റെയും കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്ന ആരോഗ്യ സർവകലാശാലയുടെയും അഫിലിയേറ്റഡ് കോളേജാണ് PNNM ആയുർവേദ കോളേജ്. 1000ഓളം വർഷം പഴക്കമുള്ള ആയുർവേദം എന്ന ശാസ്ത്രത്തെ, അതായത് ആയുസ്സിൻ്റെ വേദം എന്നാണ് ആയുർവേദം അറിയപ്പെടുന്നത്, ആ ശാസ്ത്രത്തെ കുട്ടികൾക്ക് അതിൻ്റേതായ പാരമ്പര്യത്തോടു കൂടി തന്നെ പറഞ്ഞു കൊടുത്ത് നല്ല ഡോക്ടേഴ്സായി പുറത്തേക്ക് വിടുക എന്നത് തന്നെയാണ് PNNMൻ്റെ പ്രൈം മോട്ടോ. 1902, അതായത് 114 വർഷം മുന്നെയാണ് സാമൂതിരി രാജാവിൻ്റെ കാലഘട്ടത്തിൽ, അതായത് നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്തിലാണ് കേരളീയ ആയുർവേദ സമാജം സ്ഥാപിതമായത്. അത് അന്ന് ചാലപ്പുറം കോഴിക്കോട് ആണ് സ്ഥാപിച്ചതെങ്കിലും പിന്നീട് ഷൊർണൂരിലേക്ക് മാറ്റപ്പെടുകയും അതിൻ്റെ ആ വൈദ്യ പാരമ്പര്യം ഇന്നും കാത്ത് രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ. പ്രശസ്തമായ കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ചെറുതുരുത്തി, അതേ സ്ഥലത്ത് തന്നെ നിളയുടെ തീരത്താണ് PNNM ആയുർവേദ കോളേജിൻ്റെ അക്കാഡമിക് വിങ്ങും OPയും IP-യും സ്ഥിതി ചെയ്യുന്നത്. OPയിൽ ഏകദേശം ഒരു ദിവസം 200 മുതൽ 250 വരെ പേഷ്യൻസ് വരുന്ന ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ഈ 9 കൊല്ലം കൊണ്ട് ആയുർവേദ കോളേജുകളുടെ കൂട്ടത്തിൽ നല്ലൊരു സ്ഥാനവും ഞങ്ങൾക്ക് ദൈവസഹായത്താൽ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ OP വിഭാഗത്തിൽ ഏകദേശം 10ഓളം മെഡിസിൻസ് നമ്മൾ ഫ്രീ ആയി ചാരിറ്റി ബേസിസിൽ കൊടുക്കുന്നുണ്ട്. ഒരുപാട് പാവങ്ങൾ അത് മാക്സിമം ഉപയോഗപ്രദമായി തന്നെ വിനിയോഗിക്കുന്നുണ്ട്. ഏകദേശം 10ഓളം കഷായ ചൂർണങ്ങൾ, സൂക്ഷ്മ ചൂർണങ്ങളും അല്ലാതെയും അരിഷ്ടങ്ങളും തൈലങ്ങളും ചില കുഴമ്പുകളും എല്ലാം തന്നെ നമ്മൾ ഫ്രീ ആയിട്ടും പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്.
എന്തായാലും കുട്ടികൾ, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ അത്യാവശ്യം രോഗികളെ കണ്ട് അടുത്തറിഞ്ഞ് പരിചരിച്ച് അല്ലെങ്കിൽ അവരെ ചികിത്സിച്ച് തന്നെ ശീലമായ കുട്ടികളാവണം. അതാണ് നമ്മുടെ മെയിൻ മോട്ടോ. മാനേജ്മെൻറ്റിൻ്റെയും ടീച്ചിങ് സ്റ്റാഫും അതിനുവേണ്ടി നല്ലൊരു സപ്പോർട്ട് മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഒരു ടീച്ചിങ് ഫാക്കൾട്ടിയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്കൾട്ടീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 45ഓളം സ്ഥിരം ഫാക്കൾട്ടീസും ചില വിസിറ്റിംഗ് പ്രൊഫസേഴ്സും നമ്മുടെ ടീമിലെ അംഗങ്ങളാണ്. കൗൺസിലിൻ്റെ നോംസ് അനുസരിച്ചുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായി തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് PNM ആയുർവേദ മെഡിക്കൽ കോളേജ്. എല്ലാ ശനിയാഴ്ചകളിലും വിവിധ സ്ഥലങ്ങളിൽ, ചില കോളനികളിൽ, പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ചെന്ന് അല്ലെങ്കിൽ നോർമൽ ആളുകൾക്ക് വേണ്ടി പോലും മെഡിക്കൽ ക്യാമ്പുകളും അതും വിത്ത് ഫ്രീ മെഡിസിൻ തന്നെ ചെയ്യാൻ മാക്സിമം ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ആ ക്യാമ്പുകൾ ഒരുപാട് ഉപകാരപ്രദമാവുന്ന രീതിയിൽ തന്നെ ചെയ്യാനും ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ കർക്കിടക മാസങ്ങളിലും കർക്കിടകം 1 മുതൽ 7 വരെയുള്ള 7 ദിവസങ്ങളിൽ കർക്കിടക കഞ്ഞി, എല്ലാവർക്കും അറിയാം കർക്കിടക കഞ്ഞിയെ പറ്റി. മനുഷ്യൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ പണ്ടുള്ള കാലം മുതലൊക്കെ നമ്മുടെ പൂർവികർ കഴിച്ചിരുന്ന ഒരു മരുന്ന് ചേർത്തിട്ടുള്ള കഞ്ഞിയാണ് കർക്കിടക കഞ്ഞി അഥവാ മരുന്ന് കഞ്ഞി. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നവരയും ആശാളി തുടങ്ങിയ മരുന്നുകളുമാണ്. ഉലുവയും ചേർക്കുന്നുണ്ട്. അങ്ങനെ പാരമ്പര്യ രീതിക്ക് അനുസരിച്ച് തന്നെ ആ ശൈലിയിൽ തന്നെ നിർമ്മിക്കുന്ന ഔഷധക്കഞ്ഞി അതിൻ്റെ ഒട്ടും മൂല്യം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ വിതരണം ചെയ്യുന്നത്. അത് ഏകദേശം 1000ഓളം പേർ ഒരു ദിവസം ഞങ്ങളുടെ കർക്കിടക കഞ്ഞിയുടെ സേവനം ഉപയോഗപ്രദമാക്കുന്നുണ്ട്. അങ്ങനെ 7 ദിവസം കൊണ്ട് ഏകദേശം 7000ഓളം പേർക്ക് ഈ വർഷവും 9ാമത്തെ കൊല്ലവും PNM ആയുർവേദ കോളേജ് ആ ഒരു സംരംഭം ചെയ്യുകയുണ്ടായി. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കേരളീയ ആയുർവേദ സമാജത്തിൽ പാനൽ എന്നുള്ള ഒരു സമ്പ്രദായം വളർത്തിക്കൊണ്ടുവന്നിരുന്നു. പാനൽ എന്നാൽ ചില ആയുർവേദ ഡോക്ടർമാരും പ്രശസ്തരായ ചില മോഡേൺ ഡോക്ടേഴ്സും കൂടിയിരുന്ന് ഒരു രോഗിയെ ചികിത്സിക്കുന്ന ഒരു രീതിക്കാണ് ഞങ്ങളിവിടെ പാനൽ സമ്പ്രദായം എന്ന് പറയുന്നത്. അതുതന്നെ ഞങ്ങൾ പിന്തുടർന്ന് PNM ആയുർവേദ കോളേജിലും 4-5 തരത്തിലുള്ള പാനലുകൾ ഇപ്പോൾ നിലവിലുണ്ട്. മാസത്തിൽ 1-2 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ പാനൽ ചികിത്സകൾ നടക്കുന്നത്.
വളരെ വിദൂരമായ ദേശത്ത് നിന്ന് പോലും പാനൽ കൺസൾട്ടേഷന് വേണ്ടി രോഗികൾ ഇവിടെ എത്തുന്നുണ്ട്. കേരളീയ ആയുർവേദ സമാജത്തിൽ പിന്തുടരുന്നത് പഴയ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായം തന്നെയാണ്. അതുതന്നെയാണ് PNM ആയുർവേദ കോളേജിൽ ഞങ്ങൾ പിന്തുടരുന്നത്. അവിടെ ട്രെയിൻ ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് 15-20 വർഷമായി അവിടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ചികിത്സ ചെയ്തിരുന്ന ടെക്നീഷ്യൻസ് തന്നെയാണ് നമുക്ക് PNM ആയുർവേദ കോളേജിലും ചികിത്സ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യമായ രീതി, ആ ശൈലി ഇവിടെയും പിന്തുടരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഡോക്ടർമാരായാലും പലരും അവിടെ നിന്ന് നമ്മുടെ പഴയ ഹോസ്പിറ്റലിൽ നിന്ന് പഠിച്ച ചികിത്സകൾ തന്നെയാണ് ഞങ്ങളിവിടെ പ്രാവർത്തികമാക്കുന്നത്. അവിടെ കേരളീയ ആയുർവേദ സമാജത്തിൽ മെഡിസിൻസ് ഉണ്ടാക്കുന്നത് ഇപ്പോഴും അല്ലെങ്കിൽ ഫാർമസിയിൽ ഇപ്പോഴും ചെന്നാൽ നമുക്ക് കാണാം പുളിവിറകിലാണ് പല മരുന്നുകളും ഇപ്പോഴും അവിടെ ഉണ്ടാക്കുന്നത്. കേരളത്തിൽ മറ്റ് പല സ്ഥാപനങ്ങളിലും അതുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പുളിവിറകിലുണ്ടാക്കിയ ചില മരുന്നുകൾക്ക് ഗുണം കൂടും, അല്ലെങ്കിൽ വിറകടുപ്പിലുണ്ടാക്കിയ മരുന്നുകൾക്ക് മറ്റുള്ള സ്റ്റീമേഴ്സിനെയും ബോയിലേഴ്സിനേക്കാളൊക്കെ ഗുണം കൂടും എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ആ പ്രാചീന രീതി പിന്തുടർന്ന് ചികിത്സകളിലായാലും മരുന്നിലായാലും എന്തിലും ആ ഒരു പഴയ സമ്പ്രദായം തന്നെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ബ്രിട്ടീഷുകാർ ആയുർവേദം എന്ന ആ ശാസ്ത്രത്തെ, വേദങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ആ ശാസ്ത്രത്തെ തകർക്കാൻ നോക്കിയ ഒരു സമയത്താണ് കേരളീയ ആയുർവേദ സമാജം, സാമൂതിരി ഉൾപ്പെടെയുള്ള വിദഗ്ധർ അന്ന് അല്ലെങ്കിൽ രാജാക്കന്മാർ അന്ന് സ്ഥാപിച്ചത്. ഏകദേശം 2.5 ഏക്കറോളം വരുന്ന ഹെർബൽ ഗാർഡൻ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. ഇവിടെ 500-ൽ പരം തരത്തിലുള്ള ചെടികൾ ഇപ്പോഴും നട്ട് പരിപാലിച്ചു വരുന്നു. കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥലവും ഈ ഹെർബൽ ഗാർഡൻ തന്നെയാണ്. മരുന്നുകളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും അതിൻ്റെ ഫാർമസി തലത്തിലേക്കുള്ള കാര്യങ്ങളും ഹെർബൽ ഗാർഡനും ഫാർമസിയും അടുത്തടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഫാർമസിയിൽ ഏകദേശം 100-ൽ പരം മരുന്നുകൾ നിർമ്മിക്കുന്നുണ്ട്. എല്ലാം പ്രാചീന രീതിയിൽ തന്നെ അതിൻ്റെ എല്ലാ മൂല്യങ്ങളോടുകൂടി തന്നെയാണ് നിർമ്മിക്കുന്നത്. ബിഹൈൻഡ് എവറി ഇൻഡിപെൻഡൻറ്റ് വുമൺ ദർ ഈസ് എൻ ഓപ്പൺ മൈൻഡഡ് ഫാദർ ഹു ട്രസ്റ്റഡ് ഹെർ നോട്ട് ദി സൊസൈറ്റി എന്നൊരു ചൊല്ലുണ്ട്. എൻ്റെ കാര്യത്തിൽ അത് സത്യമാണ്. കാരണം അച്ഛൻ്റെ ഒരു പിന്തുണയോടെയാണ് 2007 ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ചാർജ് ഏറ്റെടുത്തത്. അച്ഛൻ്റെയും ഹസ്ബൻഡിൻ്റെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും എല്ലാം പിന്തുണ നല്ലോണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൈവം സഹായിച്ച് ചെറിയൊരു മാനേജ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ കൂടി അതിന് കൂടുതൽ സഹായിച്ചിരിക്കുന്നത് അച്ഛനും മറ്റ് ഫാമിലി മെമ്പേഴ്സാണ്. ഈവൻ എൻ്റെ മോൻ ഇപ്പോൾ 7ാം ക്ലാസ്സിലാണ്. അവൻ പോലും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി സപ്പോർട്ട് ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്, ചെറുതിൽ തന്നെ. പ്രീ ഡിഗ്രി ഒറ്റപ്പാലം NSS കോളേജിന് ശേഷം പിന്നെ തൃശ്ശൂർ വിമലയിൽ ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന കോഴ്സ്, ജേർണലിസം കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷാണ് ഞാൻ ചെയ്തത്. അവിടെ നിന്നാണ് എന്താണ് ലൈഫ് എന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ലേഡി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നും പഠിച്ചത്. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് എൻഹാൻസ് ചെയ്യുക, 1-2 PGകളൊക്കെ അടുത്ത വർഷം ദൈവത്തിൻ്റെ കൃപയാൽ കിട്ടുമെന്നാണ് വിശ്വാസം. സീറ്റ്സ് എൻഹാൻസ് ചെയ്യുക, കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ടാക്കുക. ഇതൊക്കെ തന്നെയാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക. എന്തായാലും എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ ലൈഫ്. അപ്പോൾ അവരായാലും സ്റ്റാഫായാലും അവർക്കുള്ള എല്ലാവിധ ഫെസിലിറ്റീസും അവർക്കുള്ള സപ്പോർട്ടും എന്നും കൊടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. ആയുർവേദം എന്ന ശാസ്ത്രം സത്യമാണ്. നാം ഭാരതീയരെല്ലാം ആയുർവേദത്തെ പിന്തുടരണമെന്നും ആയുർവേദം ഒരു ജീവിതചര്യയാക്കി ജീവിതശൈലി രോഗങ്ങളെല്ലാം മാറ്റി നിർത്തണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ആസ് എ ലേഡി, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആയുർവേദത്തെ അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ. ഒരു ആയുർവേദ ഡോക്ടർ അല്ലെങ്കിൽ കൂടി ആയുർവേദത്തെ അടുത്തറിയാനുള്ള ഒരു സാഹചര്യം ദൈവം സഹായിച്ച് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നിലനിർത്താനും നല്ല ആരോഗ്യകരമായ ഒരു
ഭാവിയിലേക്ക്, നമ്മുടെ അടുത്ത തലമുറയായാൽ കൂടി അവരെയും ആരോഗ്യകരമായ ഒരു ഭാവിയിലേക്ക് കടത്തിവിടേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തെ സ്നേഹിക്കുക, അടുത്തറിയുക, ബഹുമാനിക്കുക എന്ന റിക്വസ്റ്റോടുകൂടി നന്ദി, നമസ്കാരം. ഇതാണ് കേരളീയ ആയുർവേദ സമാജം. 114 വർഷത്തെ സേവന പാരമ്പര്യം ആയുർവേദ രംഗത്തുള്ള ഈ സ്ഥാപനത്തിൻ്റെ അതേ ചികിത്സാ രീതി അന്ന് തുടർന്നിരുന്ന സമ്പ്രദായം തന്നെയാണ് ഞങ്ങൾ ഇന്നും നിലനിർത്തിപ്പോരുന്നത്. ഇതിൻ്റെ 1902 പല സ്ഥാപകരുടെയും വിദഗ്ധരായ വൈദ്യന്മാരുടെയും ചിത്രങ്ങളാണ് ഈ കാണുന്നത്. അന്നത്തെ ചികിത്സാ സമ്പ്രദായങ്ങളുടെ തനിമ അതേപോലെ നിലനിർത്തിയാണ് ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇന്നും കാത്തുരക്ഷിക്കുന്നതും അമൂല്യമായി തന്നെ കരുതുന്നതും.